ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നിന്ന് പഠനം നയിക്കുന്നത് കർത്താവിന്റെ ദാസൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. തന്നീടുക നിൻ കൃപാവരങ്ങൾ, പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ. ശത്രു തന്നോടെ തീയമ്പുകളെ തൊടുത്തിടുന്നു, തകർത്തിടുവാൻ തൊടുത്തിടുന്നു, തകർത്തിടുവാൻ. തന്നിടുക നിൻ കൃപാവരങ്ങൾ, പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് നാം അപ്പം നുറുക്കലിനെ കുറിച്ചാണ് ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ 42-ാം വാക്യം ഞാൻ വായിക്കുന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. കർത്താവായ യേശുക്രിസ്തു തന്നെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ, അല്ലെങ്കിൽ താൻ കുരിശിക്കപ്പെട്ടതിൻ്റെ തലേ ദിവസമാണ് ഈ തിരുവത്താഴം സ്ഥാപിച്ചത്. അന്ന് ആണ് യേശു ശിഷ്യന്മാരുമായി പെസഹ കഴിച്ചത്. വാസ്തവത്തിൽ പിറ്റേ ദിവസമാണ് പെസഹയുടെ ദിവസം. എന്നാൽ യേശു പിറ്റേന്ന് മരിക്കുന്നത് കൊണ്ട് തലേ ദിവസം ശിഷ്യന്മാരുമായി പെസഹ കഴിക്കുകയായിരുന്നു. എന്നാൽ മറ്റ് യഹൂദന്മാർ യേശുവിനെ പീലാത്തോസിൻ്റെ കൽത്തളത്തിലേക്ക് തള്ളിവിട്ടിട്ട് അവരവിടെ ചവിട്ടിയില്ല. കാരണം അവർ ശുദ്ധരാകും, അവർക്ക് പോയി പെസഹ കഴിക്കേണ്ടതാണ്. അപ്പോൾ പിറ്റേന്നാണ് പെസഹയുടെ പൊരുളാണല്ലോ യേശു, പെസഹ കുഞ്ഞാടെ യേശുവിൻ്റെ മരണം. എന്നാൽ യേശു തലേ ദിവസം ശിഷ്യന്മാരുമായി പെസഹ കഴിച്ചു. അന്നാണ്, അല്ലെങ്കിൽ അത് കഴിഞ്ഞാണ് തിരുവത്താഴം സ്ഥാപിച്ചത്. അപ്പോൾ പെസഹയുമായിട്ട് ഇതിനൊരു താരതമ്യമുണ്ട്. പെസഹ ഒരു ദേശീയമായ മിസ്രൈം എന്നുള്ള വിടുതലിൻ്റെ ഓർമ്മയായിരുന്നു. എന്നാൽ യേശുവിൻ്റെ മരണം, അല്ലെങ്കിൽ യേശുവിൻ്റെ മരണത്തെ ഓർപ്പിക്കുന്ന ആ തിരുവത്താഴം, അത് കർത്താവ് നമുക്ക് വേണ്ടി ചോര ചിന്തി മരിച്ചു എന്നുള്ളതിൻ്റെ ഓർമ്മയാണ്. പെസഹ വർഷത്തിൽ ഒന്നാണ്, പക്ഷേ തിരുവത്താഴം വർഷത്തിൽ ഒന്ന് ആയിരിക്കണമെന്നില്ല. അപ്പോസ്തലന്മാർ ആഴ്ചവട്ടത്തിന് 1-ാം ദിവസം തോറും അപ്പം നുറുക്കാൻ കൂടി വന്നു എന്ന് ആണ് നമ്മൾ വായിക്കുന്നത്. അപ്പം നുറുക്കൽ എന്ന് പറയുന്നത് കൊണ്ട് അപ്പം മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കരുത്. അതിൻ്റെ ഷോർട്ട് ഫോമാണ്. 10 നൂറ്റാണ്ടിൽ കുറേ ഷോർട്ട് ഫോമുകൾ ഉണ്ടായിരുന്നു. 12 അപ്പോസ്തലന്മാർക്ക് 12, 7 ശുശ്രൂഷകന്മാർക്ക് 7, ആഴ്ചവത്തിന് 1-ാം ദിനത്തിന് കർത്തൃദിവസം, അതുപോലെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലുള്ള സ്നാനത്തിന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള, അല്ലെങ്കിൽ യേശു കൽപ്പിച്ച സ്നാനം, അതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്തിന് പരിശുദ്ധാത്മാവ് മേൽ വരിക, ഇങ്ങനെയുള്ള ഷോർട്ട് ഫോമുകളൊക്കെ ആദ്യ നൂറ്റാണ്ടിലുണ്ടായിരുന്നു. അതുപോലൊരു ഷോർട്ട് ഫോമാണ് അപ്പം നുറുക്കൽ എന്നുള്ളത്. അപ്പവും പാനപാത്രവും ഉണ്ടായിരുന്നു. യേശു അപ്പം എടുത്ത് വാഴ്ത്തി, പാനപാത്രം എടുത്ത് വാഴ്ത്തി എന്ന് പറയുമ്പോൾ പലരും വിചാരിക്കുന്നത് യേശു അതിന് രൂപഭേദം വരുത്തിയെന്നാണ്. ഇംഗ്ലീഷിൽ ഹി ടുക്ക് ദ ബ്രെഡ് ആൻഡ് ഗേവ് താങ്ക്സ് എന്നേ ഉള്ളൂ. ദൈവത്തിന് നന്ദി പറഞ്ഞു, അത്രയേ ഉള്ളൂ. യേശു ഇതിന് രൂപഭേദം ഒന്നും വരുത്തിയില്ല. എന്നാൽ നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ നമുക്ക് യാഗം ഇല്ലല്ലോ, പെരുന്നാളില്ലല്ലോ, അതുകൊണ്ട് നമുക്കിതിനെ ഒരു യാഗമാക്കാം എന്ന് പറഞ്ഞ് ചില ആളുകൾ കൂടി ആലോചിച്ച് പുരോഹിതൻ പ്രാർത്ഥിക്കുമ്പോൾ ഈ അപ്പം മാംസമായിട്ട്, അല്ലെങ്കിൽ യേശുവായിട്ട് മാറുന്നു. അത് അക്കാലത്തെ പ്രബല സഭകളൊക്കെ സ്വീകരിച്ചു. പക്ഷേ പിന്നീട് തിരുവെഴുത്ത് പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇവാഞ്ചലിക്കൽ വിഭാഗക്കാർക്ക് അത് ശരിയല്ല, അപ്പത്തിന് രൂപഭേദമൊന്നും വരുന്നില്ല, നമ്മൾ
പെസഹ കഴിച്ചപ്പോൾ ഈജിപ്തിലുള്ള വീണ്ടെടുപ്പിനെ ഓർത്തു. തിരുവത്താഴം കഴിക്കുമ്പോൾ യേശുവിൻ്റെ മരണത്തെ ഓർക്കണം. പെസഹ വയർ നിറച്ച് കഴിക്കാമായിരുന്നു. തിരുവത്താഴം കൂടിയിരിക്കുന്ന ആളുകൾ ഒരപ്പത്തിൽ നിന്ന് വേണം എല്ലാവരും, ഒരു പാത്രം വീഞ്ഞിൽ നിന്ന് വേണം എല്ലാവരും കുടിക്കാൻ. അപ്പോൾ രണ്ട് കാര്യം: ഒന്ന്, യേശുവിൻ്റെ ചോര ചിന്തിയുള്ള മരണത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക. രണ്ടാമത്, ഞങ്ങൾ ഒരു കുടുംബമാണ്, ഒരപ്പത്തിൻ്റെ അംശികളാണ് എന്ന് ഉള്ള ആ ഒരു ബോധവും അനുഭവവും, പിന്നെ ശരീരത്തെ, സഭയാകുന്ന ശരീരത്തെ ശോധന ചെയ്യുന്ന ഒരു കാര്യവും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം എന്ന് മാത്രം. പ്രിയപ്പെട്ടവരെ, കർത്താവ് പല അവകാശവാദങ്ങളും ചെയ്തു. ഞാൻ വാതിലാണ്, വഴിയാണ്, ഇടയനാണ്, വെളിച്ചമാണ്, ജീവനാണ്. അതിനൊന്നും ആരും അക്ഷരാർത്ഥം കൊടുക്കാറില്ല. അതിനൊക്കെ ആത്മീയ അർത്ഥമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ തിരുവത്താഴത്തിന് മാത്രം ആളുകൾ അക്ഷരാർത്ഥം കൊടുത്തു. അതായത് സഭാ നേതാവ് പ്രാർത്ഥിക്കുമ്പോൾ ഈ അപ്പം ജീവനുള്ളതായിട്ട് അല്ലെങ്കിൽ മാംസമായിട്ട് യേശുവായിട്ട് മാറുന്നു. ഒരിക്കൽ ദൈവം മനുഷ്യനായി, പിന്നീട് ദൈവം അപ്പമായി മാറുമോ? അതിൻ്റെ ആവശ്യമില്ല. അത് അവർക്കത് മനസ്സിലാക്കാൻ ക്കുന്നതിലുള്ള പിഴവാണ്. മറിയം സഹരക്ഷകയാണെന്ന് ഈ കാലം വരെ പറഞ്ഞു, ഈ അടുത്ത കാലത്ത് തിരുത്തിയല്ലോ. ഇതും തിരുത്തപ്പെടും എന്ന് നമുക്ക് കരുതാം. പ്രിയപ്പെട്ടവരെ, പിതാവിനെ ആരാധിക്കുവാൻ വരുമ്പോൾ പുത്രനെ തന്ന ആ മഹാസ്നേഹത്തെ, പുത്രൻ ശരീരത്തിൽ അടിയേറ്റതിനെയും ചോര ചിന്തി മരിച്ചതിനെയും ഓർത്ത് പിതാവിന് നന്ദി പറയാനും, ഒപ്പം പലരായി ഞങ്ങളെ ഒരു കുടുംബത്തിൻ്റെ അംഗങ്ങളാക്കി തീർത്തു, ഞങ്ങളൊന്നാണ് എന്ന് ദൈവസന്നിധിയിൽ ഏറ്റുപറയുവാനും, ഒപ്പം ഈ ചോര ചിന്തി മരിച്ച യേശുവിനെ വാസ്തവമായി ഭയപ്പെട്ട് സ്നേഹിച്ചുമാണോ കഴിഞ്ഞ ആഴ്ചയിൽ ജീവിച്ചത് എന്നൊന്ന് തിരിഞ്ഞു നോക്കി തന്നെത്താൻ ശോധന ചെയ്തിട്ട് ആ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ട് ഈ തിരുവത്താഴത്തിൽ പങ്കെടുക്കുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിക്കട്ടെ. അതാണ് അപ്പോസ്തലന്മാരും സഹകാരികളും ആദ്യ നൂറ്റാണ്ടിലെ ആളുകൾ ചെയ്തത്. അതാണ് എന്നും പിന്തുടരേണ്ടത്. യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ആളുകൾ, അവർക്കൊറ്റയ്ക്കൊരു ആരാധനയില്ല. ഒരുമിച്ച് കൂടി പാടുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത് പോലെ ഒരു അപ്പത്തിൽ നിന്ന് എല്ലാവരും കഴിക്കാനും ഒരു പാത്രം വീഞ്ഞിൽ നിന്ന് എല്ലാവരും കുടിക്കാനും കൂടെ സാധിക്കണം. അത് ദൈവം ഉദ്ദേശിക്കുന്ന ഒരു കാര്യമാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഭാരം പ്രയാസം ഏറും നേരത്തും ദുഃഖിതയായി ഞാൻ തീരും നേരത്തും മാനം മറിയും ആരുമനാഥൻ അരികിലുണ്ട്, തളരുകില്ല. അരികിലുണ്ട്, തളരുകില്ല. തന്നീടുക നിൻ കൃപാവരങ്ങൾ, പോരാട്ടത്തിൽ ഞാൻ